എന്നെ വഴക്ക് പറയാണ് ഗൈസ്. ഗൈസ് ഇത്രയും വഴക്ക് കേട്ട് സാധിച്ച് ഞാൻ ഇവിടെ നിൽക്കുകയാണ് ഗൈസ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്നെ വിശേഷങ്ങളൊക്കെ എല്ലാവരും നല്ല സന്തോഷമായിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ചിള്ളായിട്ടിരിക്കുക. ഡോഗ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണം കേട്ടോ. നല്ല അടിപൊളി ക്ലൈമറ്റ്, നല്ല വെയിലും വെട്ടവും ഒക്കെ ഉണ്ട്. ഹായ്, യെസ് ഐ ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്, ആരും എൻ്റെ ചിരി കേട്ട് പേടിക്കരുത്. ഇത് നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളാണ് കേട്ടോ. അവർ ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേനും അവർക്കും എൻ്റെ വീഡിയോയിൽ വരണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. നോക്കിയേ, കംപ്ലീറ്റ് വയലറ്റ് കളറാണ് ഇതിന്. ഇത് ഫുള്ള് ഇതെനിക്ക് തോന്നുന്നു മൊട്ടിട്ട് ചെറുതായിട്ട് വിടർന്ന് വരണേ ഉള്ളൂ ആ ചെടികൾ, അല്ല ആ പൂവ്. അപ്പം അത് കംപ്ലീറ്റ് ആ പൂക്കൾ വിടർന്ന് വരുന്ന കഴിയുമ്പോഴത്തേനും കാണാൻ നല്ല ഭംഗിയാണ്. ആ സമയത്ത് ഞാൻ വന്ന് കാണിക്കാം കേട്ടോ. ഏയ് ഞാനും വരുന്നു. അവര് കുറെ ദൂരം അങ്ങ് പോയി. ആ പറഞ്ഞേക്കാം, ഞങ്ങളെല്ലാരും ഒരു യൂണിഫോം. എടി ആ യൂണിഫോം ഒന്ന് കാണിച്ചടി. ഇന്ന് മെറൂൺ ഡേയാ, മറ്റേ വാലന്റൈൻസ് ഡേക്ക് ഇങ്ങനെ ഒരു സംഭവം ഇല്ലേ. ഐസ് നടന്നു വരുന്ന വഴിക്ക് മുഴുവനും പൂക്കളാണ്. ഇതുകൊണ്ടോ ഞാൻ തിരിച്ചു കാണിക്കാവേ. കണ്ടോ, മൊത്തം പൂക്കളാണ് ഇവിടെ. അവര് ഫ്രണ്ടിൽ നടന്നങ്ങ് പോയി. ഭയങ്കര വെയിലാണ് കേട്ടോ. എനിക്ക് ഈ ഭാഗം പൊള്ളുന്നടി. തുരങ്കത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നേ. ഓക്കെ, എന്നാ തുരങ്കത്തിൽ കൂടെ പോവാം. കൊറേ നാളായി ഞാൻ നടന്നു വന്നിട്ട്. ഞാനാ പിന്നെ അതുകൊണ്ടല്ല, ഇതാണ് തുരങ്കം. ഇത് ഭയങ്കര പോഷായല്ലോ, ഇങ്ങനെ അല്ലായിരുന്നല്ലോ നേരത്തെ. നീ എന്നെ ഒന്ന് പിടിച്ചോണേ. വേണ്ട, അപ്പച്ചൻ നടക്കുന്നുണ്ടോ ഗൈസ്. ഇവിടെ എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, എത്ര പ്രായമായാലും അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാ. ഇത് കണ്ടോ, അമൃതയുടെ എൻ്റെ ഡ്രസ്സ് കണ്ടോ, സെയിം പിച്ച്. ട്വിന്നിങ് ആണേ. നമ്മളെന്തോ പരിപാടിക്ക് പോകുന്ന പോലെ തോന്നില്ല, ഇവിടെ ഡാൻസിനോ. ഓക്കെ ഓക്കെ. ഒരുത്തി ട്രാഫിക് റൂള് തെറ്റിച്ച് അപ്പുറത്ത് കടന്നു നിന്ന് ചിരിച്ചോണ്ട് നിൽക്കുന്നു. നോക്കിയ ഗൈസ്, വാ വാ വാ. പച്ച സിഗ്നൽ കത്തി നമുക്ക് പോകാറായി. പച്ച സിഗ്നൽ ആ എന്റെ പൊന്നെ, വേണ്ട വേണ്ട, ഞാൻ നിനക്ക് തരുവടി എന്റെ അക്കൗണ്ട്. നിന്റെ പൈസ മുഴുവനും സേഫ് ആയിരിക്കും എന്റെ അക്കൗണ്ടില്. ആണോ? പൈസ മൊത്തം കൂടെ എനിക്ക് താങ്ങാൻ പറ്റത്തില്ല. ചേച്ചി താങ്ങണ്ട, ഞാനിവിടെ ഉണ്ടല്ലോ. ഇപ്പൊ ഞാനാണല്ലോ ഇവളുടെ മറ്റേ ഗാർഡിയൻ. അത് കറക്റ്റ് ആയിരിക്കും. ഞാൻ പക്ഷെ പവർ ഓഫ് അറ്റോണി ഞാനാ. ചേച്ചി ഗാർഡിയനാ, ഞാൻ പവർ ഓഫ് അറ്റോണി ഇല്ല. എനിക്കൊരു കെട്ടാനുണ്ട് വീട്ടിൽ. കെട്ടിന് പിള്ളേരൊന്നും ആദ്യ സ്ഥിതിക്ക് ഒരു ബന്ധവും പറ്റത്തില്ല. അതെ അതെ ഗൈസ്, ഇവരുടെ തള്ളലൊന്നും കേട്ട് നിങ്ങള് പേടിക്കണ്ട കേട്ടോ. എന്റെ ബാക്കിൽ മരം നോക്കിയടി. എടി നോക്കിയടി മരം, എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന്. പൂവില്ല, പൂവായി വരണതേ ഉള്ളൂ. നമ്മൾ പ്രൈമാർക്ക് എത്തിട്ടോ. വരുക, പ്രൈമാർക്ക് എത്തി. പ്രൈമാർക്കിലേക്ക് കയറാൻ. പ്രൈമാർക്കിലെത്തിയപ്പോഴേക്കും ഐഫോൺ സ്റ്റോറേജ് ഫുള്ളെന്ന് പറഞ്ഞ് കാണിക്കുക. അങ്ങനെ തന്നെ ഞാൻ കുത്തിയിരുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം ഡിലീറ്റ് ചെയ്ത് വീണ്ടും ഷൂട്ട് ചെയ്യാണ്. ഒത്തിരി സ്റ്റോറേജ് ഇല്ല, കുറച്ചേ ഉള്ളൂ. എന്നാലും കിട്ടിയ സമയത്തിനുള്ളിൽ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം, കുറച്ച് കട്ടൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ സത്യത്തിൽ കുറച്ച് നേരമായി ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട്. അവർ മുകളിലേക്ക് പോയി, കുറച്ച് ഷോപ്പിങ്ങൊക്കെ മുകളിൽ നിന്ന് ചെയ്യാനുണ്ട്. അങ്ങോട്ടേക്ക് പോയവർ. അപ്പോൾ എനിക്കും ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം പ്രൈമാർക്കിലും കൂടെ കയറിയത്. ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടോ. ഇത് രണ്ട് വാങ്ങി. കുറേ കോസ്മെറ്റിക് ഐറ്റംസ് ആണ് കേട്ടോ ഈ സൈഡിലിരിക്കുന്നത്. ഞാൻ ആകെ ഡള്ളായിട്ടല്ലേ സംസാരിക്കുന്നത്.
ഞാൻ ശരിക്കും മടുത്തു, എനിക്ക് വിശക്കുന്നുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിക്കാതെ ഇറങ്ങി. പക്ഷെ കുഴപ്പമില്ല, ഇച്ചിരി എനർജിയും കൂടെ ഉണ്ട്. എനർജി ഞാൻ സേവ് ചെയ്ത് വെക്കുക, അത് ഞാൻ ഇത്ര പതുക്കെ സംസാരിക്കണം. ഈ ഉടുപ്പുണ്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ ഒരു ഉടുപ്പ്. ഇത് വലിയ ആൾക്കാരുടെ ഉടുപ്പാണ് കേട്ടോ, മീഡിയം സൈസാണിത്. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഐ ലൈക്ക് ഇറ്റ്. അതുപോലെ ഒരുപാട് ടോപ്പുകളും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. നോർമൽ ടോപ്പുകളാണ്. എന്താ ഇതാ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഇവിടെയുണ്ട്. ഇത് കൊള്ളാമല്ലേ, കുഴപ്പമില്ല. ഇതും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടോപ്പുകളാണ്. കൊള്ളാം. ഓക്കെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത, ഇതെല്ലാം ലേഡീസ് സെക്ഷനാണ് കേട്ടോ. എല്ലാം ലേഡീസിൻ്റെ ഷർട്ടും ഒക്കെയാണ് കേട്ടോ. ഈ ഒരു ബ്ലാക്ക് ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗൈസ്, നമ്മളിപ്പോൾ ഡോഗ്സിലെത്തിയേക്കാണ് കേട്ടോ. ഇത് എന്താ വെച്ചാൽ പറയുന്നത്, ഡോഗ്സാ ഒന്ന് പറഞ്ഞേ, പേര് മാത്രം പറഞ്ഞാൽ. കീസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇവിടെ കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പം മാക്ഡൊണാൾഡ്സിൽ കയറി, അതിനിടയ്ക്ക് ഒരു ലൈവിൽ പോയി. അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. ഫുഡൊക്കെ കഴിച്ചു, നന്നായിട്ട് വിശക്കണുണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇപ്പം നമ്മളിവിടെ ഡോഗ്സിൽ വന്നിട്ട് എന്നെ കളിയാക്കുന്നതാണ് ഗൈസ് ഈ കേൾക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഡോഗ്സിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് ചെയ്യാനുണ്ട്, നാട്ടിൽ പോകുന്നതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഷോപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരുന്നു നമുക്ക്. ഞാനിവിടെ ഒരു ഫൗണ്ടേഷൻ വാങ്ങാറുണ്ട് കേട്ടോ. ഒരു മാക്കിൻ്റെ ഫൗണ്ടേഷൻ ഞാൻ നോർമലി യൂസ് ചെയ്യുന്നതാണേ. അപ്പോൾ ഉണ്ടോയെന്നറിയില്ല, നമുക്കൊന്ന് നോക്കാം. ഇതാ കോസ്മെറ്റിക് ഷോപ്പ്. ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഇച്ചിരി കോസ്റ്റ്ലിയാണ്. ഞാൻ വാങ്ങുന്ന ഫൗണ്ടേഷന് അത്ര കോസ്റ്റ്ലി അല്ല. സാധാരണ മേക്കപ്പ് ഐറ്റംസിന് അധികം പൈസ പൊട്ടിക്കാത്ത ആളാണ്. കിട്ടി ഗൈസ്, കിട്ടി. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഫൗണ്ടേഷൻ. ഇതിൽ എൻ്റെ ഷെയ്ഡ് ഉണ്ടോ നോക്കട്ടെ കേട്ടോ. 38 ആണ് എൻ്റെ ഷെയ്ഡ്. നോക്കട്ടെ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ ഷെയ്ഡ് എനിക്ക് കിട്ടിയേ ഇല്ലായിരുന്നു. 33 ഉണ്ട്, 35 ഉണ്ട്, ബട്ട് നോട്ട് 38. ഇല്ല ഗൈസ്, എൻ്റെ ഷെയ്ഡിനകത്തില്ല. ഞാൻ എൻ്റെ ഒരു മൈക്ക് സെറ്റ് ചെയ്യട്ടെ. മൈക്ക് ടെസ്റ്റിംഗ് ആണ് കേട്ടോ. മൈക്ക് ഫിറ്റ് ചെയ്തു, പക്ഷെ അത് ക്ലിയർ ആയിട്ടൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ സെറ്റായി. ഓക്കെ, അപ്പോൾ നമുക്കിനി അവരെ കണ്ടുപിടിക്കണം. ചേച്ചീനെയും അമൃതനെയും കാണുന്നില്ല. ഇവർ രണ്ടുപേരും എവിടെ പോയോ നോക്കട്ടെ. ഇവിടെ എവിടെയോ ഉണ്ട്, ഏതോ ഒരു ഷോപ്പിലുണ്ട്. നാട്ടിലേക്ക് പോകുന്നതിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരങ്ങ് ഫ്രണ്ടിലോട്ട് പോയി. ഞാൻ കോസ്മെറ്റിക് ഷോപ്പിൽ കയറിയപ്പോഴത്തേനും അവരെ കണ്ടു കിട്ടി ഗൈസ്. എൻ്റെ അമ്മ ഇവിടുത്തെ ഡ്രസ്സുകളൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ, തിരിച്ച് കാണിച്ചു തരാം. എൻ്റെ അമ്മ, എനിക്കിതൊക്കെ വാങ്ങാൻ തോന്നുന്നടി. കണ്ടോ ഗൈസ്, നല്ല പാവാട. എടി അമൃത, ഈ പാവാട കണ്ടോടി. എടി ഇത് നോക്കിയടി, കുറച്ച് വലുതാ. ഈ പാവാട ഇഷ്ടപ്പെട്ടോ ചേച്ചി? വലുതാ ചേച്ചി. എടി ഇത് നോക്കിയടി, ഈ സാധനം കുറച്ച് നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാണിച്ചേ, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് നല്ല രസമില്ലേ ഗൈസ്? കാണിച്ചേടി, നല്ല രസമുണ്ട്. നമുക്ക് എം.എൻ.എസിലും കൂടെ കയറാം കേട്ടോ. എം.എൻ.എസിൽ ഇങ്ങനെ കുറച്ച് ക്ലിയറൻസ് സെക്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെയും അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് ഈ ജാക്കറ്റിനൊക്കെ വില കുറവാണ്. എല്ലാം ക്ലിയറൻസിനാണ് കിടക്കുന്നത്. ഇതെല്ലാം ഫൈനൽ റിഡക്ഷനിൽ ഇട്ടേക്കുന്ന ഡ്രസ്സാണ് കേട്ടോ ഗൈസ്. നല്ല ഡ്രസ്സാണ്. ഏതാടി, കിട്ടിയോ? കൊള്ളാം കൊള്ളാം, നൈസായിട്ടുണ്ട്. അതെ, നല്ല കളറ്. ഇതെല്ലാം നമ്മുടെ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ. 8.50, 8 പൗണ്ട് 50 പെൻസ്. ഏകദേശം നാട്ടിലൊരു 900 രൂപ വരും. നമ്മളൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് ട്രയൽ ചെയ്ത് ചെയ്യാൻ പോയാലോ? ഞാനും അമൃത ഒരേപോലത്തെ ഡ്രസ്സ് എടുത്തു വീണ്ടും. അതെ, വീണ്ടും. എടി നമുക്ക് ചുമ്മാ കയറി പോടി അതിനകത്തോട്ട്. ഒരു കീ സാധനം തരത്തില്ലേ? എന്നാ വാ, നമുക്ക് പോവാം. ഇത് പക്ഷെ പൂടെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കുക. ചേച്ചി എവിടെ ചേച്ചി? വാ. അപ്പം ഇതിനകത്തൊന്ന് കയറി ഒന്ന് ഇട്ട് നോക്കട്ടെ വരാം. ഓക്കെ ഓക്കെ, എന്നാൽ ഞാനും ഒന്നിട്ട് നോക്കട്ടെ.
ഇതാട്ടോ നമ്മൾ വാങ്ങിയത്. നമുക്ക് ഒന്ന് ഇട്ട് നോക്കാം. എന്നെ ചേച്ചി നീ ഇട്ട് നോക്കിയോ? എവിടെ? ഓ എനിക്കിത് ഇഷ്ടായടി, ഇത് കൊള്ളാടി. നമ്മളെ ട്വിന്നിങ് ആണ്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇത് കണ്ടോ, അവർ തന്നെ കാണിച്ചു തരാം. ഞങ്ങളുണ്ടല്ലോ ഒരേപോലത്തെ ഡ്രസ്സ് എടുത്തു. അടിപൊളിയായിരിക്കും, സൂപ്പർ. അതെ ചേച്ചി ഇതുപോലെ തുറന്നെടുക്ക ചേച്ചി. ഇത് കണ്ടോ ഗൈസ്, ഇത് കണ്ടോ. എടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിടി ഇത്. ഇപ്പൊ മനസ്സിലായിക്കോളും. കാണിച്ച ചേച്ചി, തിരിഞ്ഞ ചേച്ചി, മുടി പുറത്തോട്ടെ. കണ്ടോ, ഈ സാധനം എടുക്കണം കേട്ടോ ചേച്ചി. നമുക്ക് ഒരുമിച്ച് വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം. ഫോട്ടോ വീഡിയോ അല്ല, ഫോട്ടോ. വീഡിയോ അലർജിയാണ്. ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ വീഡിയോ വരുന്നില്ല. എന്റെ ചേട്ടനും ഈ ചേച്ചി ഒരേ കണക്കാ. ഗൈസ് ഇപ്പൊ നമുക്ക് വെളിയിൽ പോകുമ്പോ ഇടാൻ പറ്റിയ സാധനം. വാവ്, അടിപൊളിയായിട്ടുണ്ടടി. എന്താ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നാട്ടിൽ പോകുമ്പോ എനിക്ക് മറ്റേ ബ്ലൂ ഇടാലോ. നാട്ടിൽ പോകുമ്പോൾ ഫ്ലൈറ്റിലിരിക്കുമ്പോഴും ഈ സാധനം ഇട്ടുകൊണ്ട് പോവാം അല്ലേ? ബാ എന്നാ പോയി പേ ചെയ്താലോ. ആ ബ്യൂട്ടി ഔട്ട്ലെറ്റ് ഇപ്പൊ അടയ്ക്കും, അങ്ങോട്ടും കൂടെ ഒന്ന് കയറണം. എന്നാ ഇത് പേ ചെയ്തോ. ഇല്ല, എനിക്ക് ഓർമ്മയില്ല, എല്ലാം ഓർമ്മ വേണം. ഇതിന് എത്രയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എത്ര അടി? ലിപ്സ്റ്റിക് ഒക്കെ പോയി. എന്നാ പിന്നെ ഇച്ചിരി ലിപ്സ്റ്റിക് ഇട്ടെ. എന്നാ വരാൻ പറ അവളോട്. എന്നാ ലിപ്സ്റ്റിക് ഞാൻ കടിച്ചു കെട്ടിക്ക. ഇങ്ങോട്ടോ കടിച്ചു കെട്ടി. സ്പ്രേയുടെ മണം കാരണം ഏത് അവിടെ പ്രൈമർക്ക് വൈഡിനൊക്കെ കുറച്ചുകൂടെ നല്ലത് ഇതിന് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ഞാൻ സെറ്റർ എടുക്കാഞ്ഞത് നന്നായി. സൂപ്പർ, സെറ്റ്. ഒരു ബ്യൂട്ടി ഔട്ട്ലെറ്റിലേക്ക് കയറിയേക്കാം. എനിക്കൊരു ലിപ് ലൈനർ വാങ്ങണം എടി. എനിക്കൊരു ലിപ് ലൈനർ വാങ്ങണം ഗൈസ്. ഞാൻ നോക്കട്ടെ. ഇതാ ടെസ്റ്റ് എടുക്ക്. ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഈ കളർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആ ഇത് ഓക്കെയാന്ന് തോന്നണം എടി എനിക്ക്. ആ ടെസ്റ്റർ ഞാൻ ഇവിടെ നിന്ന് എടുത്ത്. ആ ഇതെടുക്കാം. എനിക്കിത് മതിയടി, നല്ല ഭംഗിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒത്തിരി ലിപ് ലൈനറും ലിപ്സ്റ്റിക്കിൻ്റെയും ഏരിയ ആണ് ഇതെല്ലാം. ആണോ? ഇനി നമ്മൾ ഒരു ടോയ് ഷോപ്പിലേക്ക് പോവാണ് കേട്ടോ. ചേച്ചിക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കുറച്ച് ടോയ്സ് വാങ്ങാനുണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട്. അയ്യോ ഇവിടെ ഭയങ്കര മണമാടി, ഫ്രാഗ്രൻസ് മണം. What? Oh, you are my promoter. അതെ, അത് പറയുന്നുണ്ട്. ആക്ച്വലി ഹോം ബാർഗെയിൻസ് അല്ലേടി. ഹോം ബാർഗെയിൻസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ കയറണം എന്നുണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങാനായിട്ട്. പക്ഷെ അത് ആ കട അപ്പോഴത്തേക്കും ഷോപ്പ് അടച്ചു. നല്ല കേട്ടോ, ഇവിടെ ബാഗിൻ്റെ ഒക്കെ ഒരു സെക്ഷൻ. അതെടുത്ത് വെച്ച് നല്ല ഭംഗിയുണ്ട്, സൂപ്പർ ബാഗ്. എത്ര രൂപ? 32 പൗണ്ട്, ഏകദേശം നമ്മുടെ നാട്ടിലൊരു 3200 രൂപ. മിസ്റ്റർ ജെയിംസ് നല്ല ബാഗല്ലേ? ആയി നല്ല രസമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാണിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് കാണിച്ചു. ഇതുണ്ട് ഗൈസ് ഒരു ബാഗ്, നല്ല ഡ്രസ്സിലെ. എത്ര പൗണ്ട്? 27. നാട്ടിലെ ഏകദേശം ഒരു 3000 രൂപ വരും. എന്താ നൈസ് ബാഗ്സ് ഒക്കെ ഉണ്ട്, കൊള്ളാം. സൂപ്പർ ബാഗൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമൃതയുടെ ഫോണിലാണ് ഗൈസ്. എൻ്റെ ഫോണിലെ ചാർജ് മുഴുവനും തീർന്നു. എത്ര രൂപയാ? 35 ഉണ്ടോ? അതിനുള്ളതില്ലടി അത്. ഇത് പുതിയ സാധനങ്ങളാണ്, ഇഷ്ടപ്പെട്ടു. പക്ഷേ ഉണ്ടല്ലോ ഇവിടെ പുറത്തിരിക്കുന്ന ഒരു ക്യാൻഡിയാണ്. ഓ ഇതെല്ലാം ലോക്ക്ഡ് ആണ് കേട്ടോ. ഇതെന്താ സംഭവം? എല്ലാം ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഫുള്ള് ക്യാൻഡീസാണ്. കണ്ടോ, അതെല്ലാം ഫുൾ ക്യാൻഡീസാണ് കേട്ടോ. ഏകദേശം എല്ലാവരും തന്നെ വീട്ടിൽ പോയി. ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ തോന്നുന്നു ഇവിടെ.
എടി ഞാൻ എത്ര GB സ്റ്റോറേജ്? സ്റ്റോറേജ് 200 GB പിന്നെ ഐക്ലൗഡും കൂടെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ വാശന 256 നോർമലും എത്ര ഐക്ലൗഡും പർച്ചേസ് വെച്ചേക്കാം. എന്നിട്ടും സ്റ്റോറേജ് ഇല്ലെന്ന് എന്താ ഇതിനകത്തുള്ള ഫുള്ള് സാധനം ചേട്ടൻ ലാപ്പിലോട്ട് കോപ്പി ചെയ്തപ്പോൾ 15 GB ഉള്ളൂ. ചേട്ടന് മനസ്സിലാവുന്നുണ്ട് ഇത് എവിടാ പോകുന്നത് ചേട്ടൻ. അപ്പം അങ്ങനെ നമ്മൾ ഡോഗ്സിലെ ഷോപ്പുകളിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടോ, പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ബിൻസി ചേച്ചി ആ ഫോട്ടോ വരുന്നു, നല്ല രസമില്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ നിന്ന് കുറേ ഫോട്ടോഷൂട്ടുകളെല്ലാം കഴിഞ്ഞു. കൈസിന് നമ്മൾ പോവുകയാണ്. ഇവിടെ സമയം ഇപ്പം 7:30 ആയിട്ടോ, പക്ഷെ ഇപ്പോഴും എന്ത് നല്ല വെട്ടവും വെളിച്ചൊക്കെയാ ഇപ്പോൾ ഉള്ളത്. നോക്കിയേ, സമ്മർ സീസൺ ആയതിൻ്റെ അറിയാനുണ്ട്. അടച്ചോ? അപ്പുറത്തോട്ട് ഇറങ്ങാൻ പറ്റും, പണി നടക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തിരിക്കാൻ പറ്റും. ഐഫോണിൽ അത് പറ്റില്ല. എന്തോ ചെയ്യാൻ, ഇതിനെ അടച്ചാ എങ്ങനെ പോകും കൈസ്? നമ്മള് ഇവിടെ വഴി അടച്ചിട്ടേക്കുന്നു കൈസ്. എല്ലാ ഷോപ്പിംഗ് നമ്മൾ കഴിഞ്ഞില്ലേ? ഇനിയെല്ലാം കഴിഞ്ഞില്ലേ? ഇനി ചേച്ചിക്ക് പൈസ ഒന്നും വേണ്ട, അല്ല പൊട്ടിക്കണ്ട. അതും കൂടെ അല്ലേ ഉള്ളൂ. ചേച്ചി ടോയ് ഷോപ്പ് വേറൊരു ഷോപ്പുണ്ട് ചേച്ചി. എന്റെ അമ്മേ, ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഡിലീറ്റും ചെയ്തു പോയി. ചേട്ടായിക്ക് സ്മിത്ത് എന്ന് പറയുന്നത് ചേട്ടായിട്ട് ചോദിക്കാം നമുക്ക്. സൂപ്പർ എല്ലാ സാധനങ്ങളും എന്തൊക്കെ വേണം ഇതിനകത്ത്. സാലം എനിക്ക് അറിഞ്ഞൂടെ, ചേട്ടായിട്ട് ചോദിക്കാം. സ്മിത്ത് എന്ന് അതിന്റെ പേര്. ഗൈസ്, ആ കാണുന്നത് കണ്ടോ, അതൊരു ഇംഗ്ലീഷ് പള്ളിയാണ് കേട്ടോ. ഇംഗ്ലീഷ് ചർച്ചാണ്. ആ, ഇംഗ്ലീഷ് ചർച്ചാണ് കേട്ടോ. ഓ, നിങ്ങൾ അത്ര വലിയ വലിയ ആളൊന്നും പാവങ്ങളാ. IBM. ഇനി നമുക്ക് ഇവിടെ ഒരു ഏഷ്യൻ സ്റ്റോർ ഉണ്ട് കേട്ടോ. ആ ഏഷ്യൻ സ്റ്റോറിൽ എന്തെങ്കിലും എന്താ പറയാ സ്നാക്സ് ഐറ്റംസ് ഒക്കെ കിട്ടും. അതായത് ഉഴുന്നുവട, നമ്മുടെ പണ്ട് നാട്ടില് ഈ ചില്ലുകുപ്പിയിൽ ഇട്ട് വെക്കില്ല, അതുപോലെ ഉഴുന്നുവട ഇവിടെ ഇട്ട് വെക്കുന്നത്. നമുക്ക് കുറച്ച് ഉഴുന്നുവടയൊക്കെ ഒക്കെ പോകുന്നുണ്ട്. വാ വാ വാ. യു എനിക്ക് എന്നെ വഴക്ക് പറയോ? ഇനി എവിടെ പോയാലും എന്നെ വിളിച്ചില്ലെങ്കിൽ അറിയാൻ പോകുന്നത്. ചേച്ചിയുടെ ഈ വീഡിയോയുടെ ഫസ്റ്റ് ഇനിഷ്യലി ഒരു റിവ്യൂ ഉണ്ടല്ലോ, അതിനകത്ത് ചേച്ചി ദേഷ്യപ്പെടുന്നൊക്കെ അന്നേരം ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി ആവും വഴക്കാണെന്ന് പറഞ്ഞിട്ട്. എന്നെ വഴക്ക് പറയാണ് ഗൈസ്. വഴക്ക് കേട്ട് സഹിച്ച് ഞാൻ ഇവിടെ നിൽക്കുകയാണ് ഗൈസ്. അയ്യോ, വണ്ടി ഏത് വഴി പോണം? ഓക്കെ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ നിത്യ സ്റ്റോറും. വാ എന്റെ കൂടെ, ഞാൻ വരുവാ. നിത്യ സ്റ്റോർ വാ വാ ഇങ്ങോട്ട്. അത്യാവശ്യം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. പച്ചക്കറികളൊക്കെ നല്ല ഫ്രഷ് പച്ചക്കറികളൊക്കെ ആയിരുന്നു കേട്ടോ. അമൃതയ്ക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു, പിന്നെ എനിക്ക് കുറച്ച് ഉഴുന്നോടെ വാങ്ങാനുണ്ടായിരുന്നു. ഇതെല്ലാം വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പൂ കണ്ടു, വെറൈറ്റി പൂ. നമ്മുടെ അടുത്ത് നല്ല പൂ, ആ പൂ അല്ല കേട്ടോ. നമ്മുടെ അടുത്ത് ഇത് മുല്ലയാണോ ചേച്ചി? അല്ലല്ല, നമ്മുടെ നിൽക്കുന്നത് തട്ടുപൂല്ല, പക്ഷെ ഇത് വേറെ. ഇത് നല്ല ഭംഗിയുണ്ട് ഇത് കാണാന്. ഇവിടെ നമുക്ക് വേറൊരു കടയുണ്ട് കേട്ടോ, ഒരു റെസ്റ്റോറൻറ്റാ, ഇന്ത്യ സോൺ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. പണ്ട് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു ഇവിടെ, ഇപ്പം ഞങ്ങൾ അങ്ങനെ വരാറില്ല ഈ കടയിൽ. ഗായ്സ്, നമ്മൾ നടന്നു വരുന്ന വഴി ഞങ്ങൾ ആപ്പിൾ മരത്തിൽ നിന്ന് പറിച്ച് ആപ്പിൾ അച്ചാറിടാറുണ്ട്. ആപ്പിൾ മരം ഞാൻ ഇപ്പൊ കാണിച്ചു കേട്ടോ. ചേച്ചി അത് തളരിട്ട് ചേച്ചി കാണിച്ചുതരാം. ഈ ആപ്പിൾ മരത്തിൽ നിന്നാണ് ഞങ്ങൾ ആപ്പിൾ ഉണ്ടായി കഴിയുമ്പോഴത്തേനും പറിച്ച് അച്ചാറിടുക. പക്ഷെ ഇപ്പം അതായിട്ടില്ല, ആകും ഉടനെ തന്നെ തോന്നുന്നു. ഏത്? അതും ആ ചെറുതല്ലേ, ഈ കാണുന്ന ചെറുതും ഇതും ഒരു ആപ്പിൾ മരമാണ്. ചെറിയ ആപ്പിൾ മരമാണേലും ആ ആപ്പിളും നല്ല അടിപൊളി ആപ്പിളാ. ഒരാളുടെ മുഖം വന്നപ്പോൾ പേടിയോ? ബ്ലെയർ ആക്കും ഞാൻ, ബ്ലെയർ. അതെങ്ങനെ ആക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവളുടെ ഡ്രെയിൻ ഔട്ടായി, എനർജി എല്ലാം തീർന്നു ഗൈസ്. നമ്മൾ വീട്ടിലേക്ക് എത്തുകയാണ്. വയ്യല്ലേ ചേച്ചി? ചായ ഇട്ട് ഞാൻ തരാം, നിങ്ങൾ വായോ. നേരെ അങ്ങോട്ട് വാ. എന്നിട്ട് വാങ്ങിയ സാധനങ്ങൾ ഞാൻ കണ്ടേ ഇല്ല, ഒന്ന് കാണിക്കണേ. ചേച്ചി വാങ്ങിയ സാധനം ഒരെണ്ണം പോലും ഞാൻ കണ്ടില്ല. ചേച്ചി ഏതാണ്ട് വേറെ ഡ്രസ്സൊക്കെ വാങ്ങി പ്രൈമാർക്ക് ഞാൻ കണ്ടില്ല. ആണോ? അയ്യോ, ഈ കോട്ട് ഇട്ടാ മതി. ഞാൻ ഒരിക്കൽ ഫ്ലൈറ്റിൽ പോകുമ്പോ എന്ത് നല്ലൊരു സാധനം കിട്ടിയിരിക്കണേന്ന്. കറക്റ്റ് പോയത് 3 പേരും ഒരേ ഡ്രസ്സിൽ, വന്നത് വേറെ ഡ്രസ്സിൽ ഒരേപോലെ. കൈസ്, അങ്ങനെ നമ്മള് അലച്ചിലെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. ചേട്ടായി കഥവ് തുറക്കും. ഹലോ. അപ്പത്തേനും ഒരാളിവിടെ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ.
ഒരു ചായ കുടിക്കണം, ഉഴുന്നോട വാങ്ങിയിട്ടുണ്ട്, അത് കഴിക്കണം. അതെ, വാ 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 എല്ലാവർക്കും ഇടാൻ പാടില്ല. ഇത് ഞങ്ങളുടെ സ്വന്തം അച്ചാച്ചൻ. അതെ, സമ്മതിക്കുന്നു. ഇത് ഞങ്ങളുടെ സ്വന്തം ബിൻസി ചേച്ചി. ഇത് ബിൻസി ചേച്ചി സ്വന്തം ഗൈസ്. ഇങ്ങനെയൊന്നുമല്ല, ഇതിന്റെ എല്ലാം ഓപ്പോസിറ്റ് ആണ് ആക്ച്വലി. ഓക്കെ, അപ്പൊ നമ്മൾ ചായ കുടിച്ചു, ഉഴുന്നോട കഴിച്ചു. ഇനി നമ്മൾ എല്ലാരും കൂടെ ആൻമേരിയുടെ വീട്ടിലോട്ട് പോകാൻ പോവാണ്. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഓക്കെ ഗൈസ്, അവരങ്ങനെ പലതും പറയും ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോ. ഓക്കെ, ബൈ ബൈ.